ഏറ്റുമാനൂർ ടൗണിലെ വെള്ളക്കെട്ടിന് പരിഹാര മാർഗമായി ഓട നിർമ്മാണം പുരോഗമിക്കുന്നു. ഏറ്റുമാനൂർ പാലാ റോഡിൽ ഡ്രെയിനേജ് തകരാറിനെ തുടർന്ന് മഴക്കാലത്ത് ഓട കരകവിഞ്ഞൊഴുകി മലിനജലവും മാലിന്യങ്ങളും റോഡിലേക്ക് ഒഴുകുന്നത് പതിവായിരുന്നു. മന്ത്രി വി.എൻ. വാസവന്റെ ഇടപെടലിനെ തുടർന്ന് ഓട നിർമ്മാണത്തിനായി 1 കോടി രൂപ പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചിരുന്നു. ഫണ്ട് അനുവദിച്ചിട്ടും സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിയ നിർമ്മാണമാണ് വീണ്ടും പുനരാരംഭിച്ചത്. ഏറ്റുമാനൂർ ടൗൺ മുതൽ പാറക്കണ്ടം കോണിക്കൽ ഭാഗം വരെയുള്ള ഓടയുടെ നിർമ്മാണമാണ് നടക്കുന്നത്. മഴക്കാലത്ത് ഓട കരകവിഞ്ഞൊഴുകി റോഡിലേക്ക് മലിനജലവും മാലിന്യവും ഒഴുകുന്ന അവസ്ഥയായിരുന്നു. ഒരു മഴ പെയ്താൽ പാലാ റോഡ് വെള്ളത്തിലാകും. ഏറ്റുമാനൂർ മത്സ്യ മാർക്കറ്റിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശുചിമുറി മാലിന്യം ഉൾപ്പെടെ ഈ ഓടയിലൂടെയാണ് ഒഴുക്കിയിരുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മലിനജലം ഓടയിലേക്ക് ഒഴുക്കുന്നതിന് പൈപ്പ് സ്ഥാപിച്ചതും കാണാമായിരുന്നു. ഏറ്റുമാനൂർ ടൗൺ മുതൽ പാറക്കണ്ടം കോണിക്കൽ വരെയുള്ള ഭാഗത്തെ ഓട നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പാലാ റോഡിലെ വെള്ളക്കെട്ടിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. i4u ന്യൂസ്, ഏറ്റുമാനൂർ.